ഇതെന്താ നമ്മള് വിഷമിച്ചേക്കണ്? നീ ഏട്ടന്റെ പെങ്ങൾ എനിക്കിട്ട് പണി തന്നമ്മാവാ. തങ്കോ എന്താ കാട്ടിയവള്? ചേച്ചി അവിടെ കുറെ പേരുമായിട്ട് ഗ്യാങ് കൂടിയിട്ട് എന്നോട് പറയാ കണക്ക് അവതരിപ്പിക്കാനായിട്ട്. ഓഡിറ്റിന്റെ സമയത്തല്ലേ കണക്ക് അവതരിപ്പിക്കേണ്ടത്. ഞാൻ കണക്കൊന്നും ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അല്ല നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ടല്ലേ സെക്രട്ടറി സ്ഥാനം നേടിയെടുത്തത്? ചേച്ചി ഇതിലും വലിയ ഉടായ്പ കാണിച്ചിട്ടാണ് സെക്രട്ടറി സ്ഥാനം നേടിയെടുത്തത്. അമ്മ അത്ര വലിയ വർത്താനൊന്നും പറയാൻ. അല്ല ഇതിപ്പോ അന്റെ സെക്രട്ടറി സ്ഥാനം പോവൊന്നുമില്ലല്ലോ. മിക്കവാറും പോവും അമ്മാവ. അവര് ADS-നെയൊക്കെ അറിയിച്ചു. അവര് വരുന്നുണ്ട് അടുത്ത ആഴ്ച. ഇനി അപ്പൊ തന്നെ കണക്ക് അവതരിപ്പിച്ചില്ലെങ്കിൽ എന്നെ ഉറപ്പായിട്ട് അവര് പുറത്താക്കും. എടി ഇനി ഇപ്പൊ നീ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം തിരിക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ കാണിക്കണം. കൃത്യമായിരിക്കണം കാര്യങ്ങളെല്ലാം. ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടരുത്. കാണിക്കേണ്ട സമയത്ത് കാണിച്ചാൽ മതിയല്ലോ. ആദ്യം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് കാണിക്കിട്ട് മനഃപൂർവ്വം അവളെ പുറത്താക്കാനുള്ള പരിപാടി. അത് ആ സമയത്തല്ലേ അവതരിപ്പിക്കേണ്ടത്. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ആ സമയത്ത് നിനക്ക് കുറ്റമൊന്നും ഇല്ലെങ്കിൽ നിനക്ക് സെക്രട്ടറി സ്ഥാനം മാറേണ്ടി വരത്തില്ല. എന്തായാലും അവര് വരട്ടെ. അല്ല അതെന്തായാലും അവള് ചെയ്യണത് ശരിയല്ലല്ലോ. ഈ ചേച്ചി അല്ലേലും ഇങ്ങനെ തന്നെയാണ്. എപ്പോ അയൽക്കൂട്ടത്തിന് വന്നാലും ഗ്യാങ് കൂടിയിട്ട് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതെ അതല്ലെങ്കിൽ അവൾക്ക് എന്റെ പെങ്ങൾക്ക് ഇത്തിരി ഇത് കൂടുതലുണ്ട്. ഇതിപ്പോ പ്രധാനമന്ത്രി ഒന്നല്ലല്ലോ, സെക്രട്ടറി സ്ഥാനല്ലേ. അത്രേ ഉള്ളൂ. രണ്ടുപേരും കണക്കാണ്. രണ്ടുപേരും കണക്കൊന്നല്ല. രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടുപേരും ഒരു വീട്ടിൽ നിന്ന് പോണവരാണ്. അവിടെ ചിലപ്പോൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാവും. ഒരു വീട്ടിൽ നിന്ന് പോണതല്ലേ. ഇപ്പൊ അവൾക്ക് കിട്ടിയില്ലെങ്കിൽ സെക്രട്ടറി സ്ഥാനം ഇവൾക്ക് കിട്ടിയെന്ന് കരുതി സമാധാനിച്ചൂടെ? പാര വെച്ചിട്ട് ഇവിടെ പുറത്താക്കേണ്ട ആവശ്യമുണ്ടോ? അതിനുള്ള ബോധം രണ്ടുപേർക്കും ഇല്ലാത്ത ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഇവൾക്കുണ്ട്, അവൾക്കില്ല. എന്താണ് നീ കഥകളി? ഇങ്ങോട്ട് വാ, നിങ്ങളോട് കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. എന്ത് സാധനം ഇങ്ങോട്ട്. എന്താ അവൾക്ക്? പാലാട്ട് കൊണ്ട് പോയാ വിളിച്ചാ പോണ്ടേ? ഇങ്ങോട്ട് പോ. എന്തേ? അതെ, നിങ്ങളുടെ നാവിന് കുറച്ച് കടിഞ്ഞാണ്ടിടുന്ന നല്ലതാ. എന്ത്? നിങ്ങൾ അവിടെ വെച്ചെങ്കിൽ ഇല്ലേ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കേട്ടല്ലോ. അതിന്റെ ആവശ്യം എന്താ? അത് അവള് ഈ വീട്ടിലൊരു കുട്ടിയല്ലേടി, ഭംഗി വാക്ക് പറയണ്ടേ? അവളുടെ അടുത്ത് അവളുടെ കുറ്റം പറയാൻ പറ്റുമോ? എന്നിട്ട് കനകനും പങ്ങിവാക്കൊന്നും പറഞ്ഞില്ല, അവൻ കുറ്റപ്പെടുത്തിയതല്ലയോ? കനകനെ അവളുടെ ഭർത്താവാ, എപ്പോഴും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുപോലെയാണോ ഞാൻ? ഞാൻ അവളുടെ അമ്മാവനാ. നിങ്ങൾ തങ്കത്തിന്റെ അമ്മാവനല്ലയോ? എന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ. അതെ, ലില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് കെട്ടിക്കൊടുത്ത പെണ്ണ. ഞാനിവിടെ വന്നാൽ എന്തൊരു പച്ചവെള്ളം തരണമെങ്കിൽ അവളേ ഉള്ളൂ. അപ്പൊ അവള് തരത്തില്ല. തങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിക്കൊടുത്തത് അക്ലീറ്റോ വിളിച്ച് അവന്റെ കൂടെയാണ് പോകും. ലില്ലിയുടെ പോലെയാണോ തങ്കം? എന്ത് പറഞ്ഞാലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഓ, നീ അല്ലെങ്കിലും തങ്കത്തിന്റെ ആളാണല്ലോ. ആണ്. അപ്പൊ ഞാൻ എന്താ വേണ്ട? തങ്കത്തിനെ സപ്പോർട്ട് ചെയ്ത് പറയണം. പറയണം. അനക്ക് വേണ്ടിട്ട് വേണേ പറയാം. പക്ഷെ എനിക്ക് ലില്ലിയോടെ താല്പര്യം. എനിക്ക് വേണം, പറയണം. ഓ, ആ എന്ത് പെണ്ണുങ്ങളാണത്? അവിടെ ഒന്ന് കേട്ടി പറഞ്ഞാ മതി. അയ്യയ്യയ്യയ്യേ.